നബിദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന പരിപാടികൾ അത് ഷിർക്കിൻ്റെ ചുവയുണ്ട് ചില ഭാഗങ്ങൾക്ക് എന്നവരാരോപിക്കുന്നത് മാറ്റിവെച്ചാൽ ഇതൊക്കെ നല്ലതാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമല്ല. ഇപ്പോൾ ബഹുമാനനായ അബ്ദുസമദ് ഫൈസി നമ്മൾക്ക് ചൊല്ലിത്തന്നു. നമ്മൾ പലപ്പോഴും ചൊല്ലുന്നത് നമ്മൾ ചൊല്ലി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ശുദ്ധമായ സ്വലാത്ത് സലാം. ഇതിലെന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഒരു കുഴപ്പം ആരും പറയില്ല. നമ്മുടെ മൗലിദിൻ്റെ ഉള്ളടക്കവും നബിദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ക്യാമ്പയിനുകളും പ്രഭാഷണങ്ങളും കുട്ടികളുടെ ഇമ്പമാർന്ന പരിപാടികളും ഒക്കെ നല്ലത്. പക്ഷെ ഇതിന് പറയുന്ന പ്രശ്നം പ്രവാചക തിരുമേനി അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലില്ല, തങ്ങൾ ചെയ്യാത്തതൊക്കെ ബിദ്അത്ത് എന്ന ഒരു നിലപാടാണ്. പ്രവാചക തിരുമേനി ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ബിദ്അത്ത്. ബിദ്അത്ത് തെറ്റാണ്, അപകടകരമാണ്, നരകത്തിലേക്കുള്ള മാർഗമാണ്. ഈ കാര്യം മുസ്ലിം സമൂഹത്തിന് മൊത്തം അറിയാം. സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത എല്ലാ കാര്യങ്ങളും ബിദ്അത്താണ്, വർജ്യമാണ്, തള്ളിക്കളയേണ്ടതാണ് എന്ന ഒരു സമീപനം ഇസ്ലാമിലുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ഇന്ന് സുന്നികളും മുജാഹിദുകളും ജമാഅത്തുകാരും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി പരിപാടികൾ മാറ്റിവെക്കേണ്ടി വരും. അതുകൊണ്ടാണല്ലോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പോലും പുതിയൊരു സംഘടന രൂപപ്പെട്ടത്. സംഘടന രൂപീകരിക്കൽ പ്രവാചകന്റെ കാലത്തില്ലാത്തത് കൊണ്ട് അത് ബിദ്അത്താണെന്ന് പറഞ്ഞ് പുതിയൊരു സംഘടന രൂപീകരിച്ച ആളുകളാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു ഗ്രൂപ്പ്. കൃത്യമായ ഒരു പുസ്തകവും പ്രസിദ്ധീകരണങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഇറക്കിയിട്ടുണ്ട്. വിശാലമായി ചിന്തിക്കുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ. സത്യത്തിൽ ഈ ആരോപണത്തിന് എന്താണ് അവർ തെളിവ് ഉന്നയിക്കുന്നത്? പ്രവാചക തിരുമേനി ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ബിദ്അത്ത് എന്ന ആരോപണത്തിൽ പ്രത്യക്ഷത്തിന് ശരിയാണെന്ന് ആളുകൾക്ക് തോന്നും. നമ്മുടെ മാതൃക ഖുർആനും സുന്നത്തുമല്ലേ? എല്ലാം പ്രവാചക തിരുമേനി കാണിച്ചു തന്നില്ലേ? അല്ലയോ അക്മൽതുലക്കും ദീനക്കും ദീൻ പൂർത്തിയാക്കിയില്ലേ, പിന്നെ പുതിയത് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന ഒരു ചിന്ത ആളുകൾക്ക് മുമ്പിൽ സമർപ്പിച്ചാൽ പെട്ടെന്ന് തെറ്റിദ്ധരിക്കും. പക്ഷെ ഇതിന് തെളിവ് എവിടെ? അവരുന്നയിക്കുന്ന തെളിവ് സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഏതാണ് ഹദീസ്? അൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്നഹാ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. റവാഹുൽ ബുഖാരി. ഹദീസിന്റെ ആശയം, അർത്ഥം നമുക്കൊക്കെ കൃത്യമായിട്ടറിയാം. നമ്മൾ സാധാരണ വെക്കാറുള്ള അർത്ഥം നമുക്കിത് ചർച്ച ചെയ്യാൻ വളരെ സൗകര്യമാണ്, അറബി ഭാഷ അറിയുന്നവരായതുകൊണ്ട്. മൻ അഹദഥ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ ദീൻ കാര്യത്തിൽ ആരെങ്കിലും പുതിയതുണ്ടാക്കിയാൽ, മാ ലൈസ മിൻഹു, ആ ദീനിനോട് നിരക്കാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയാൽ, ഫഹുവ റദ്ദുൻ, അതെന്ത് ചെയ്യണം? വർജ്യമാണ്, തള്ളിക്കളയണം. എന്നാൽ ഈ ഹദീസിന് കൃത്രിമമായ അർത്ഥം കെട്ടിച്ചമച്ചുണ്ടാക്കിയാണ് സത്യത്തിൽ ഇതൊക്കെ ബിദ്അത്താണെന്ന് അവർ ദുരാരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ 2-3 സാമ്പിളുകൾ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം. ഒന്ന്, ഇത് മുജാഹിദ് പ്രസ്ഥാനം പ്രസിദ്ധീകരിച്ച ആദർശ ഡയറി എന്ന കൊച്ചു പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ പേജ് നമ്പർ 94 ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ പേജ് നമ്പർ 94 അവർ ഉദ്ധരിക്കുന്നു ഹദീസ്. അങ്ങനെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ അറബി കൊടുത്തിട്ടുണ്ട്. ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അവർ കൊടുത്ത അർത്ഥം ശ്രദ്ധിച്ചോളൂ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ ഈ മതത്തിൽ, ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, ആരെങ്കിലും
എന്തെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് സ്വഹീഹുൽ ബുഖാരി. ഹദീസ് നമ്പർ 1718. ഈ അർത്ഥം ശരിയാണോ? ശരിയല്ലല്ലോ. നമ്മുടെ ഈ മതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ മാ ലൈസ മിൻഹു പറഞ്ഞാൽ എന്തെങ്കിലും എന്ന് അർത്ഥമാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. മാ ലൈസ മിൻഹു ആ ദീനിൽ പെട്ടതല്ലാത്ത തരം കാര്യങ്ങൾ, മാ ലൈസ മിൻഹു ആ ദീനിനോട് അനുയോജ്യമല്ലാത്ത തരം കാര്യങ്ങൾ, ഇതാണ് തങ്ങൾ പറഞ്ഞ വാക്ക്. പക്ഷെ കൃത്രിമമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിന് അവരുടെ ആശയത്തിന് അനുയോജ്യമായി കെട്ടിച്ചമച്ചർത്ഥമുണ്ടാക്കി രേഖപ്പെടുത്തി വച്ച് ഇത് സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷെ നിങ്ങൾ വിചാരിക്കും അങ്ങനെ ആദർശ ഡയറി എന്നൊരു പുസ്തകം എഴുതിയ ആൾക്ക് തെറ്റുപറ്റിയതായിരിക്കാം, അതിനുള്ള പൊതുവായ ആശയമായിരിക്കില്ല എന്ന്. എങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് കേനം കുവൈത്ത് ഇസ്ലാഹി സെന്റർ പ്രസിദ്ധീകരിച്ച നബിദിനത്തോടനുബന്ധിച്ച ലഘുലേഖയാണ് ജന്മദിനാഘോഷം ഇസ്ലാമികമോ. ഇതിൽ കൃത്യമായി പറയുന്നു ഇതേ ഹദീസ് പിഴച്ച മാർഗത്തെ വലിച്ചെറിയുക എന്തുകൊണ്ടെന്നാൽ എന്ന സബ്ഹെഡിങ്ങിൽ ഒരു കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി നമ്മുടെ ഈ കാര്യത്തിൽ, അതായത് മതത്തിൽ വല്ലവനും എന്തെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് ബുഖാരി. ഇത് കേന്നമിന്റെ കുവൈത്ത് ഘടകം ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചതാണ്. ഇവർക്ക് രണ്ടുപേർക്കും തെറ്റുപറ്റിയതായിരിക്കാമെന്ന് സംശയിക്കാം. എന്നാൽ മൂന്നാമതായി അവർ നേരിട്ട് പ്രസിദ്ധീകരിക്കുന്ന ഇസ്ലാഹ് മാസികയിൽ പറയുന്നു, നബിദിനാഘോഷത്തിന് പുറപ്പെടും മുമ്പ് ആ ലേഖനത്തിൽ പറയുന്നു, പുതുനിർമ്മിതങ്ങളായ കാര്യങ്ങളുടെ ഗൗരവം വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഉണർത്തുന്നു. നമ്മുടെ ഈ കാര്യത്തിൽ, അതായത് മതത്തിൽ വല്ലവനും എന്തെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് സ്വഹീഹുൽ ബുഖാരി. ഇതാണ് പ്രശ്നം. ഇങ്ങനെ അവരുടെ പ്രസിദ്ധീകരണം ഇങ്ങനെ എടുത്തു നോക്ക്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ ദീൻ കാര്യത്തിൽ അതിനോട് നിരക്കാത്ത തരം കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന ഹദീസ്, അതും സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ആധികാരികമായ വചനം, സ്വന്തം ആശയത്തെ ന്യായീകരിക്കാൻ വേണ്ടി കൃത്രിമമായ അർത്ഥം നൽകി കെട്ടിച്ചമച്ചൊരു അടിസ്ഥാനം ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ നബിദിന പരിപാടികളെ വിമർശിക്കുന്നത്. വേറെ തെളിവ് ഉദ്ധരിക്കാല്ല. സത്യത്തിൽ ആ ഹദീസിന്റെ അർത്ഥം അങ്ങനെയല്ലെന്ന് ഇവിടെ ഇരിക്കുന്ന സകലമാന ആളുകൾക്ക് നിങ്ങൾക്കറിയാമല്ലോ. എന്ന് മാത്രമല്ല, വളരെ കൃത്യമായി ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ ഇവിടെ അർത്ഥം നൽകിയിട്ടുണ്ട്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ മതകാര്യത്തിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ, മാ ലൈസ മിൻഹു ആ ദീനിനോട് നിരക്കാത്ത തരം കാര്യമുണ്ടാക്കിയാൽ എന്നിടത്ത് മിർഖാത്ത് മുല്ല അലിയുൽ ഖാരി വിശദീകരണം കൊടുക്കുന്നു, ഖൗലുഹു മാ ലൈസ മിൻഹു. ആദരണീയരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് മാ ലൈസ മിൻഹു, ദീനിനോട് യോജിക്കാത്ത തരം കാര്യമുണ്ടാക്കിയാൽ എന്ന വാക്ക് വഫീഹി ഇഷാറത്തുൻ, അതിന് സൂചനയുണ്ട്. ഇലാ അന്നഹു, നിശ്ചയം കാര്യം, യജൂസു ഇഹ്ദാസു മാ ലാ യുഖാലിഫുൽ കിതാബ അവി സുന്ന, മൗലികമായ ഖുർആനോടോ സുന്നത്തിനോടോ എതിരല്ലാത്ത പുതിയ കാര്യങ്ങൾ ആകാം എന്ന് ആ വാക്കിൽ നിന്ന് തന്നെ കിട്ടുമെന്ന് ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം വ്യക്തമാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ കൃത്രിമമായ അർത്ഥം നൽകുകയാണ്. സത്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു സ്ഥലത്തല്ല, രണ്ട് സ്ഥലത്തല്ല, മൂന്ന് സ്ഥലത്തല്ല, ആവർത്തിച്ചാവർത്തിച്ചിവിടെ ലേഖനങ്ങളിലും പുസ്തകങ്ങളിലും നിരന്തരം എഴുതുകയും പ്രസംഗങ്ങളിൽ പറയുകയും ചെയ്യുന്ന ഈ ഹദീസ്, മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന അർത്ഥം ഈ ഹദീസിന് ഉണ്ട് എന്ന് അറബി ഭാഷ അറിയുന്ന ഏതെങ്കിലും രണ്ടാളുകളെ കൊണ്ട് പറയിപ്പിക്കുകയാണെങ്കിൽ ആ നിമിഷം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം അംഗീകരിക്കാൻ ഈ വിഷയത്തിൽ ഞങ്ങൾ തയ്യാറാണ് എന്ന് ആധികാരികമായി പ്രഖ്യാപിക്കുക. കൃത്രിമല്ലത്. ഒരു അറബി അറിയുന്ന ഏതെങ്കിലും ഒരു മൗലവി, നമുക്ക് സുന്നിയാണെന്നില്ല, ഒരു മുജാഹിദിനെ കൊണ്ടുപോയിട്ട് നേർക്കുന്നതിന് അർത്ഥം വെക്കട്ടെ, മാ ലൈസ മിൻഹു എന്തെങ്കിലും എന്നോ. അങ്ങനെ തങ്ങൾ പറയില്ലേ, മൻ അഹദസ ഫീ അംരിനാ അയ്യ ഷൈഇൻ, നമ്മുടെ ഈ ദീൻ കാര്യത്തിൽ എന്ത് വസ്തു ഉണ്ടാക്കിയാലും എന്തുണ്ടാക്കിയാലും എന്ന് പറയുന്നത് തങ്ങൾക്ക് അറബി അറിയില്ലേ? എന്തിനാ മാ ലൈസ മിൻഹു എന്ന് പറഞ്ഞത്? തീർത്തും അടിസ്ഥാനപരമായി ഇല്ലാത്തൊരു കാര്യം തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കി ഒപ്പിച്ചതാണ്. സത്യത്തിൽ ഈ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കാലത്ത് ഇല്ലാത്തതല്ല.
മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് പറയുന്നു, മഹാന്മാരായ സർവ്വ അയിമ്മത്തും പറയുന്നു ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താ, വശർറുൽ ഉമൂരി മുഹദസാത്തുഹാ എന്നിടത്ത് ഫത്ഹുൽ ബാരി പോലും വിശദീകരിച്ചിട്ടുണ്ട്. അൽ മുറാദു ബിഹി മാ ഉഹദിസ യുഖാലിഫു കിതാബൻ ഔ സുന്നതൻ ഔ അസറൻ ഔ ഇജ്മാഅൻ ഫഹാദിഹി ബിദ്അത്തു വലാൽ. അടിസ്ഥാനപരമായി ഖുർആനിനോടോ സുന്നത്തിനോടോ അസറിനോടോ ഇജ്മാഇനോടോ മൗലികമായി എതിരായ വിധം പിൽക്കാലത്ത് ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളാണ് ബിദ്അത്ത് വലാൽ, വഴി തെറ്റിയ ബിദ്അത്ത് എന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം പറഞ്ഞ ശേഷം പറയുന്നു, വഅമ്മാ മാ ഉഹദിസ ലാ യുഖാലിഫു ശൈഅൻ മിൻ ദാലിക. എന്നാൽ വിശുദ്ധ ഖുർആനോടും തിരുസുന്നത്തിനോടും അസറിനോടും പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായത്തോടും എതിരല്ലാത്ത വിധം പിൽക്കാലത്തുണ്ടാക്കിയ നല്ല കാര്യങ്ങൾ ഫലൈസ ബിദ്അത്തിൻ, അത് തെറ്റായ ബിദ്അത്തല്ലെന്ന് വസ്തുനിഷ്ഠമായി എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അടിത്തറ തന്നെ ഈ നബിദിന പരിപാടികൾ ബിദ്അത്താണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇവർ ഉദ്ധരിക്കുന്ന ഹദീസിന് ഇവർക്ക് അർത്ഥകൽപ്പന നടത്തിയ കൃത്രിമ വിഷയം തന്നെ കൃത്രിമമാണ്, വ്യാജമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. പിന്നെ ഇതിൻ്റെ അനുബന്ധമായ മറ്റൊരു കാര്യം, ഇതേ മുജാഹിദ് പ്രസ്ഥാനം നമ്മൾ നബിദിനത്തിന് ധാരാളം തെളിവുകൾ പറയാറുണ്ട്. ഒരുപാട് തെളിവുകൾ പറയുന്ന കൂട്ടത്തിൽ ഒരു തെളിവാണ് സൂറത്തു ഇബ്രാഹിമിൽ 5-ാമത്തെ ആയത്ത് നമ്മൾ ഉദ്ധരിക്കാറുണ്ട്. ആ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് വദക്കിർഹും ബി അയ്യാമില്ലാഹ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ ദിവസങ്ങളും അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയ ദിവസങ്ങളും ജനങ്ങൾക്ക് ബോധവൽക്കരിക്കാൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് അതിലൊരു പ്രത്യേകത. ആ ഇന്നത്തെ സംഭവം, ഇന്ന് ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയാണ്, ഇന്നത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, മനസ്സിൽ ശരിക്കും പ്രതിഫലിക്കും. ഇത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസ അല്ലെ ജനിച്ച ദിവസ, ഇന്നത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ശരിക്കും ബോധ്യപ്പെടും. ഇന്ന് അമേരിക്ക ഹിരോഷിമയിൽ ബോംബിട്ട ദിവസ, അത് ഇന്ന് ജനങ്ങൾക്ക് ആ ദിവസം പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകൾക്ക് എൻ്റെ മാരകമായ സാഹചര്യം കൃത്യമായി ബോധ്യപ്പെടും. ആ ഖുർആൻ്റെ ഒരു ശൈലിയാണ്, ഖുർആൻ്റെ ആശയ വദക്കിർഹും ബി അയ്യാമില്ലാഹ്. ജനങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ ദിവസങ്ങൾ ബോധവൽക്കരണം നടത്താൻ ഉപയോഗപ്പെടുത്തുക എന്ന്. ഇത് നമ്മൾ പറയുമ്പോൾ അവർ പറയും നിങ്ങൾ പറയുന്ന അർത്ഥം ശരി, പക്ഷെ അങ്ങനെയാണെങ്കിൽ പ്രവാചകരുടെ കാലഘട്ടത്തിൽ പ്രവാചകൻ തന്നെ ഈ നബിദിനം അതിന് ഉപയോഗപ്പെടുത്തണ്ടേ എന്ന്. ഇത് പറയുന്ന ഇതേ മുജാഹിദ് പ്രസ്ഥാനം അതുപോലെ നമ്മൾ പറയാറുണ്ട്, ആശൂറ ദിവസം നോമ്പ് നിശ്ചയിക്കപ്പെട്ട ശറഅാക്കപ്പെട്ട സാഹചര്യം നിങ്ങൾക്കറിയാം. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട അപ്പോൾ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് നോമ്പ് നിശ്ചയിക്കപ്പെട്ടത്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊക്കെ അതിലൊതുക്കി നിർത്തണം, അതിൻ്റെ അപ്പുറം പറ്റില്ല എന്ന് അറുത്ത് മുറിച്ച് തീർച്ചപ്പെടുത്തി പറയുന്ന കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം നൽകിയ ഒരു ഫത്വ കാണുക. എന്താണ് സാഹചര്യം? 1921 സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നടന്ന മലബാർ കലാപം, ഈ മലബാർ കലാപത്തിൻ്റെ 75-ാം വാർഷികാഘോഷ പരിപാടികൾ മലപ്പുറത്ത് പലയിടത്തും നടത്തുന്നതിനെ കുറിച്ച് പല സംഘടനകളും ആലോചിച്ചു. സുന്നികൾ മാത്രമല്ല, സുന്നികളല്ലാത്തവരാണ് അതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നത്. സ്വാഭാവികമായും ഒരു കലാപത്തിൻ്റെ നല്ല സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി മുസ്ലിങ്ങൾ നടത്തിയ ഒരു മുന്നേറ്റത്തിൻ്റെ വാർഷികാഘോഷ പരിപാടി നടത്തൽ ഇസ്ലാമിൽ അനുവദനീയമാണോ ഇല്ലേ എന്ന ചർച്ച അവർക്കിടയിൽ വന്നു. അവരെ മുഖപത്രത്തിലേക്ക് എഴുതി ചോദിച്ചപ്പോൾ അവർ പറയേണ്ടിരുന്ന മറുപടി, പ്രവാചക മാതൃക ഇങ്ങനെയില്ല, ഒരു സംഭവത്തിൻ്റെയും വാർഷികാഘോഷം പ്രവാചകൻ നടത്തിയിട്ടില്ല, അതുകൊണ്ട് നടത്താൻ പറ്റില്ല, ബിദ്അത്താണെന്ന് മാന്യമായി മറുപടി പറയേണ്ടവരായിരുന്നു. പക്ഷേ അവർ നൽകിയ മറുപടി ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. നമ്മൾ നബിദിനത്തിന് എന്തൊക്കെയാണോ തെളിവ് പറയുന്നത് അതേ തെളിവുകളും അതേ ആയത്തും വെച്ചാണ് അവർ വിശദീകരിക്കുന്നത്. ഞാൻ ആ ഭാഗം മാത്രം, പത്രത്തിൽ വന്ന ഭാഗം മാത്രം വായിച്ചു കേൾപ്പിക്കാം. ചരിത്ര സംഭവങ്ങളെ അനുസ്മരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ദിനങ്ങളെ അനുസ്മരിക്കുക എന്ന് ഖുർആൻ നിർദ്ദേശിക്കുന്നുണ്ട്. ഏതായത്ത്? സൂറത്ത് ഇബ്രാഹിമിലെ 5-ാമത്തെ ആയത്ത്, വദക്കിർഹും ബി അയ്യാമില്ലാഹ്. ചരിത്രം ഇന്നലെയുടെ പാഠങ്ങളാണ്.
ഈ പാഠങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ ഇന്നിൻ്റെ പരിസരങ്ങളിലിരുന്ന് ആദർശബോധത്തിൽ കരുപ്പിടിപ്പിക്കാനുമാണ് ഇസ്ലാം ചരിത്രാനുസ്മരണം അനുവദിക്കുന്നതെന്ന് കാണാം. അടുത്തത് മുഹറം 10 മുസ്ലിങ്ങൾ നോമ്പെടുക്കുന്നു. മുഹറം 10 ആശൂറ ഫിർഔന്റെ നാശത്തെയും തൗഹീദിന്റെ വിജയത്തെയും അനുസ്മരിപ്പിക്കുന്നു. ദുൽഹജ്ജ് 10 വിശ്വാസികൾ ആദർശ പ്രതിബദ്ധതയും വിശ്വാസവും വളർത്താൻ പര്യാപ്തമാകുന്നു. വർഷഗണനയ്ക്ക് ഇസ്ലാമിൽ ഹിജ്റ എന്ന മഹാസംഭവം കാരണമാക്കിയിരിക്കുന്നു. ഇതും എന്നെന്നും അനുസ്മരിക്കപ്പെടേണ്ടതായ ചരിത്ര സംഭവങ്ങളോടുള്ള ഇസ്ലാമിന്റെ നിലപാട് വ്യക്തമാക്കി തരുന്നു. അപ്പോൾ ഇത്രയും തെളിവ് സുന്നികൾ നബിദിനത്തിന് പറയുന്ന തെളിവുകളൊക്കെ എടുത്ത് ഉദ്ധരിച്ചിട്ട് പറയാം അപ്പോൾ അതുകൊണ്ട് നർത്ഥം എന്താണ്? അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫത്വ പറയുന്നു, കൃത്യമായി പറയുന്നു, പാഠപ്രധാനമായ പ്രത്യേക ചരിത്രപ്രധാനമായ സംഭവങ്ങൾ അനുസ്മരിക്കുന്നതിൽ ഇസ്ലാമികമായി വിരോധമില്ല എന്ന് മനസ്സിലാക്കാം. ഷബാബ് 96 ആഗസ്റ്റ് 23 ലക്കത്തിൽ KNMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൊടുത്ത ഫത്വയാണ്. നമുക്ക് തിരിച്ച് ഇതേപോലെ ചോദിച്ചുകൂടെ? വദക്കിർഹും ബി അയ്യാമില്ല എന്ന ആയത്ത് വെച്ചിട്ട്, ആശൂറ നോമ്പ് വെച്ചിട്ട്, അതുപോലുള്ള ദുൽഹജ്ജ് 10 പ്രാധാന്യം വെച്ചിട്ട് മഹാനായ പ്രവാചക തിരുമേനി ഏതെങ്കിലും സംഭവത്തിന്റെ വാർഷികാഘോഷ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരം ഒന്നും പറയാനുണ്ടാകില്ലല്ലോ. അപ്പൊ വസ്തുതാപരമായി കാര്യങ്ങൾ വിലയിരുത്തിയാൽ അവരടിസ്ഥാനപരമായി നബിദിനത്തിനെ എതിർക്കാനുള്ള തെളിവ് വ്യാജമാണ്, കൃത്രിമമാണ്. പിന്നെ നബിദിനത്തിൽ നമ്മൾ പറയുന്ന അതേ തെളിവുകൾ വെച്ചിട്ട് നബിദിനമല്ലാത്ത എല്ലാ പരിപാടികൾക്കും അവർ ഫത്വ നൽകുകയും ചെയ്യുന്നുണ്ട്. നിരർത്ഥകമാണ് അവരുടെ വാദഗതികൾ എന്നർത്ഥം. പിന്നെ അതിൻ്റെ ഒക്കെ പുറത്ത് എന്നാ ഇപ്പറയണ മുജാഹിദ് പ്രസ്ഥാനം, ഇവരാണ് ഈ കാര്യത്തിൽ മുൻപന്തിയിലുള്ളത്. ഇവർ നബിദിനത്തെ പൂർണ്ണമായി വിട്ടു നിൽക്കുന്ന ആളുകളാണോ? അല്ലല്ലോ. അവരുടെ പൂർവിക നേതാക്കളെ നിങ്ങൾ മുഴുവൻ വായിച്ചിട്ടുണ്ട്. KM മൗലവി, EK മൗലവി, MCC മൗലവി, ഞാനത് ഉദ്ധരിക്കുന്നില്ല. അവരൊക്കെ നബിദിന പരിപാടികൾ നന്നായി ആഘോഷിക്കുകയും നന്നായി ലേഖനം എഴുതുകയും ചെയ്ത ആളുകളാണെന്ന് മാത്രമല്ല, വർത്തമാന കാലഘട്ടത്തിൽ സ്ഥിതി എന്താ? ഇതൊക്കെ ഒരു ഭാഗത്തല്ലേ പറയുന്നത്. വർത്തമാന കാലഘട്ടത്തിൽ നിലപാടെന്താ? സാക്ഷാൽ KNMന്റെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് ഇപ്പോൾ. ഞാൻ അറിഞ്ഞിടത്തോളം അടുത്ത അധ്യക്ഷനായി അദ്ദേഹത്തെ തീരുമാനിക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റുകളും ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഹുസൈൻ മടവൂർ മൗലവി സാഹിബ്. അദ്ദേഹം പതിവായി തിരുവനന്തപുരം പാളയം പള്ളിയിൽ റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ നടത്തുന്ന മീലാദ് പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ടെന്ന് മാത്രമല്ല, ഇക്കഴിഞ്ഞ പ്രാവശ്യം മീലാദ് പ്രഭാഷണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഹുസൈൻ മടവൂരായിരുന്നുവെന്ന് സകലമാന പത്രങ്ങൾ വന്നതാണ്. എന്ത് ന്യായമാണതിന്? വളരെ വ്യക്തമായി സംഭവങ്ങൾ നടന്നു, പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നല്ല മാത്രമല്ല, നിങ്ങൾക്കതിൻ്റെ തെളിവുകൾ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ 1-2 നോട്ടീസുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ തന്നെ ഒരിക്കൽ തിരുവനന്തപുരത്ത് റബീഉൽ അവ്വൽ 12 സമയത്ത് ഞാൻ നേരിട്ട് കണ്ട സംഭവമാണ്. കണ്ടപ്പോൾ ഞാൻ പാളയം പള്ളി ഓഫീസിൽ പോയി. അവിടുത്തെ നേരിട്ട് ജനറൽ സെക്രട്ടറി കണ്ടു. ഈ പ്രോഗ്രാം നോട്ടീസിൽ പറഞ്ഞ കാര്യമൊക്കെ ശരിയാണോ ചോദിച്ചു. കാരണം പ്രസംഗിക്കുന്ന ആൾ നബിദിന മീലാദിനെ 1 മുതൽ 12 വരെ പ്രസംഗിക്കുന്ന മുഴുവൻ മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും മൗലവിമാരാണ്. ഞാൻ ചോദിച്ചു, അവർ പറഞ്ഞു ഓ ഇവിടെ പ്രസംഗിക്കുന്നുണ്ടല്ലോ പറഞ്ഞു. ഈ പറഞ്ഞ ആളുകൾക്ക് പ്രസംഗിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു പ്രസംഗം കഴിഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കുക ചോദിച്ചു. കാരണം പിന്നെ ഭക്ഷണത്തിനാണ് വലിയ പ്രശ്നം. മീലാദ് പ്രഭാഷണം കഴിഞ്ഞാൽ ഓ ഞങ്ങൾ ചായ മോശമല്ലാത്തൊരു കടിയും കൊടുക്കും, നാസ്ത ഇവിടുന്ന് കഴിക്കില്ല, പുറത്ത് പോയിട്ടാണ് കഴിക്കാറും. അത് അവിടെ വെച്ച് തന്നെ അപ്പോൾ ചായയും കടി അവിടുന്ന് കൊടുക്കുന്നുണ്ട്. ഈ പരിപാടി നോട്ടീസ് ഇങ്ങനെ തന്നെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരുന്ന് പ്രിന്റ് ചെയ്തിരിക്കുന്നത് തലവാചകം തന്നെ മീലാദ് പ്രഭാഷണം തിരുവനന്തപുരം പാളയം മുസ്ലിം ജമാഅത്ത്, ദിവസവും രാത്രി 8:45, റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ. വിശദമായി നബി തങ്ങളുടെ മഹത്വം ഇങ്ങനെ തന്നെ പറഞ്ഞു. പതിവ് പോലെ ഇക്കൊല്ലവും റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ രാത്രി 8:45 മുതൽ 10 മണി വരെ മീലാദ് പ്രഭാഷണ പാളയം പരമ്പര പാളയം മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്നു. ഇതിൽ പ്രഭാഷണം നടത്തുന്ന കൂട്ടത്തിൽ 2 പ്രധാന മുജാഹിദ് നേതാക്കന്മാരുണ്ട്. ഒന്ന് മൗലവി ഹുസൈൻ മടവൂർ സാഹിബാണ്, മറ്റൊന്ന് മൗലവി സുഹൈർ ചുങ്കത്തറ സാഹിബാണ്. മൗലവി സുഹൈർ ചുങ്കത്തറയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അയാൾ കണ്ണൂർ വെച്ച് പ്രസംഗിച്ച് പത്രം റിപ്പോർട്ട് ചെയ്തിരുന്നു.
നബിദിനത്തേക്കാൾ മെച്ചം പിടിച്ചു പറയും മോഷണവുമാണ്. വിശദമായി പത്രം റിപ്പോർട്ട് ചെയ്തു. കാരണം നബിദിനത്തിന് പുണ്യം കൽപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് ശിർക്ക് വരും, മറ്റത് മോഷണോ കവർച്ച നടത്തിയ ഹറാമേ വരുള്ളൂ. അപ്പൊ അതാണ് തമ്മിൽ ഭേദം എന്ന് പ്രസംഗിച്ച മൗലവിയാണ് ഈ മൗലവി ഇവിടെ പ്രസംഗിക്കുന്നുണ്ട്. എന്താണ് ഇതിന് ന്യായം? ഇത് ഒരു വർഷം മാത്രമല്ല, രണ്ടാമത്തെ വർഷം ഇതേപോലെ അടുത്ത വർഷത്തെ നോട്ടീസാണ്. ഓരോ വർഷവും തിരുവനന്തപുരത്ത് നടക്കുന്ന നബിദിന പരിപാടികളിൽ കൃത്യമായി മുജാഹിദ് മൗലവിമാർ പങ്കെടുക്കുന്നു. നിഷേധിക്കുന്നുണ്ടോ? ഇല്ല. എന്താ ഒരു തെളിവ് പറയുന്നത്? ഹുസൈൻ മടവൂർ കഴിഞ്ഞ വർഷം പ്രസംഗിച്ചു വിവാദമായപ്പോൾ. ഞാൻ ആ പ്രശ്നത്തിൽ പരിപാടി പങ്കെടുക്കാൻ കാരണം അത് ബഹുമാന്യനായ KNMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് മൗലവിനോട് നിർദ്ദേശിച്ചുകൊണ്ടാണ് പോയത്. ഖുർആൻ അല്ല തെളിവ് പറഞ്ഞത്, ഹദീസ് അല്ല തെളിവ് പറഞ്ഞത്, സംഘടനയിൽ രക്ഷപ്പെടാനുള്ള മറുപടി പറയുന്നത്. എന്നോട് KP മുഹമ്മദ് മൗലവി നീ അതിൽ പോയി പ്രസംഗിക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ എങ്ങനെ തെളിവാകും ഇത്? എന്ത് തെളിവാണിത്? സാക്ഷാൽ ഈ സുഹൈർ മൗലവി എന്നോടൊരിക്കൽ നേരിട്ട് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ സംസാരിച്ചു. സുഹൈർ ചുങ്കത്ര പറഞ്ഞു, അതിനിപ്പോൾ എന്താ അങ്ങനെ മീലാദ് പ്രഭാഷണം നടത്തുന്നതിന് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞൂടെ, മറ്റു ചർച്ച നിങ്ങൾ നോക്കണ്ട, ഞങ്ങളതിലൊക്കെ വിശാല മനസ്കരായിരുന്നു. അപ്പോൾ വിശാല മനസ്കരാനപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഈ പ്രാവശ്യത്തെ കണ്ണൂർ ആൾ ഇന്ത്യ റേഡിയോയിൽ റബീഉൽ അവ്വൽ 12 മീലാദ് പ്രഭാഷണം എൻ്റെ വകയാണ് നോക്കുന്നത്. അപ്പം ഈ പറയുന്നതിലൊന്നും ഒരാത്മാർത്ഥതയില്ല, ഈ നിലപാടുകളൊന്നും അവർ ഉറച്ചു നിൽക്കുന്നില്ല എന്ന കാര്യം തീർച്ചയാണ് അടിസ്ഥാനപരമായി സ്ഥിരീകരണമില്ല. പിന്നെ പരോക്ഷമായി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാന തുടക്കക്കാർ നബിദിനാഘോഷ പരിപാടികൾ അംഗീകരിച്ചതുപോലെ പുതിയ മുജാഹിദ് നേതാക്കളും നബിദിനാഘോഷം അംഗീകരിക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. കൂടുതൽ വൈകാതെ അവർ ഈ വിമർശനത്തിൽ പിൻവാങ്ങുന്നതും കാണാൻ സാധിക്കുമെന്നാണ് പ്രത്യാശിക്കുന്നത്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിനെ ഇതിനെ എതിർക്കുന്ന വിഷയത്തിൽ മുൻനിരയിലുണ്ടായിരുന്നത് ജമാഅത്തെ ഇസ്ലാമി ഘട്ടം ഘട്ടമായി നബിദിന പരിപാടികൾ അനാചാരമാണെന്ന വാദത്തിൽ നിന്ന് പിൻവാങ്ങി ഇപ്പൊ സമ്പൂർണ്ണമായി പിൻവാങ്ങിയിട്ടുണ്ട്. ഞാൻ 2001 അവരെടുത്ത സമീപനം ചെറിയ ചെറിയ ചേഞ്ച്, അവരെടുത്ത സമീപനം പ്രബോധന വാരികൾ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. അന്ന് 26-27 ലക്കത്തിന്റെ അവരോട് നമ്മൾ നബിദിനത്തിന് ഉദ്ധരിക്കുന്ന തെളിവുകളൊക്കെ വെച്ച് അവരുടെ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് ചോദ്യം, ഇത് അതായത് നബിദിനാഘോഷം ശിർക്കാണ്, ബിദ്അത്താണ് എന്നൊക്കെയാണ് ഇന്നത്തെ നവീനവാദികൾ അവകാശപ്പെടുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സ്വന്തം ജന്മദിനം ആഘോഷിച്ചത് എത്രയോ തെളിവുകളുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഒരു ഫത്വ ശ്രദ്ധിക്കുക. ഇമാം സുയൂത്തിയോടൊരു ചോദ്യം, മൗലിദാഘോഷത്തിന് വല്ല തെളിവുമുണ്ടോ? അദ്ദേഹം മറുപടി ഇപ്രകാരമായിരുന്നു, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് നബിദിനാഘോഷത്തിന് തെളിവാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകത്വലബ്ധിക്ക് ശേഷം സ്വന്തം ശരീരത്തിന് വേണ്ടി തങ്ങൾ അഖീഖ അറുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന്റെ 7-ാം ദിവസം അബ്ദുൽ മുത്തലിബ് അഖീഖ അറുത്തതായി ഹദീസ് സ്ഥിരപ്പെട്ടതാണ്. അഖീഖ ആവർത്തിച്ച് ചെയ്യുന്നതല്ല താനും. അപ്പോൾ പിന്നെ ലോകാനുഗ്രഹിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന് നന്ദി സൂചകമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തത്. അവിടുത്തെ സമുദായത്തിന് ഇങ്ങനെ തങ്ങളുടെ പേരിൽ അന്നദാനം ചെയ്യൽ നിയമമാക്കുക കൂടിയായിരുന്നു അവിടുന്ന്. രണ്ടാം അഖീഖയിൽ നിന്ന് ഇതാണ് മനസ്സിലാകുന്നത്. ഫത്തവ സുയൂത്തി 4-ാം വാല്യം 196 പേജ്. അപ്പോൾ തങ്ങളുടെ പേരിൽ അന്നദാനം ചെയ്യൽ സുന്നത്താണെന്നതിന് ഇനി വേറെ തെളിവ് വേണോ? മാത്രമല്ല, അതൊക്കെ ചോദ്യ. വിശുദ്ധ ഖുർആൻ പറയുക അള്ളാഹുവിന്റെ ഫദ്ൽ ഔദാര്യം കൊണ്ടും റഹ്മത്ത് അനുഗ്രഹം കൊണ്ടും വിശ്വാസികൾ സന്തോഷിക്കട്ടെ. യൂനുസ് 58. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ സന്തോഷിക്കാനുള്ള വ്യക്തമായ കൽപ്പന ഈ സൂക്തത്തിലുണ്ട്. ആധികാരിക ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ നിവേദനം അബൂ ശൈഖ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നിശ്ചയം അള്ളാഹുവിന്റെ ഫദ്ൽ ഔദാര്യം വിജ്ഞാനവും റഹ്മത്ത് അനുഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമാണ്. പ്രശസ്ത തഫ്സീറിന്റെ കർത്താവായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഉപര്യുക്ത സൂക്തത്തിൽ അതുകൊണ്ട് തന്നെ വിശ്വാസികൾ സന്തോഷിക്കട്ടെ എന്ന് ആവർത്തിച്ച് പറഞ്ഞത് വിജ്ഞാനം, തിരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിവ കൊണ്ടല്ലാതെ മനുഷ്യൻ സന്തോഷിക്കാൻ വയ്യ എന്നതിന്റെ മേൽ ഊക്കുകൂട്ടി പറഞ്ഞതാണ്. തഫ്സീറുൽ കബീർ 17-123. ശേഷം തുടർന്ന് പറയുന്നു, ഖുർആൻ വ്യാഖ്യാന വചനങ്ങളുടെയും ആധികാരികത പരിശോധിക്കാൻ നബി വചനങ്ങളുടെയും ആധികാരികത എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്തും മരണാനന്തരവും സ്വഹാബത്ത് നബിദിനം ആഘോഷിച്ചിരുന്നോ? ഇസ്ലാമിലെ ആദ്യകാല ചരിത്രത്തിൽ നബിദിനാഘോഷങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ച ഒരൊറ്റ ചോദ്യം, നീണ്ടൊരു ചോദ്യമാണ്. ഇതിൽ ഈ പറയുന്ന തെളിവുകളൊക്കെ ശരിവെച്ചുകൊണ്ട്
അവസാനം പറയുന്നു, അള്ളാഹുവിന്റെ വിശേഷ ഗുണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ ചാർത്തുക, അള്ളാഹുവിന്റെ മുമ്പാകെ സമർപ്പിക്കേണ്ട പ്രാർത്ഥന, ഇസ്തിഗാസ എന്നിവ തിരുമേനിയോട് നടത്തുക തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന ചടങ്ങുകളെ ശിർക്കാകുന്നുള്ളൂ. അവ ശിർക്കിന്റെ ഭാഗം മാറ്റി വെച്ചാൽ മതി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതചര്യയും സന്ദേശവും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ഉതകുന്ന പരിപാടികൾ സംഘടിപ്പിക്കാൻ അവിടുത്തെ ജന്മദിനമോ മാസമോ ഉപയോഗപ്പെടുത്തുന്നത് അഭിലഷണീയമാണ്, എന്നാൽ നല്ലതാണ്, സുന്നത്താണ് കൃത്യമായി 2011 അവർ എഴുതി വെച്ചു, 2001 എഴുതി വെച്ചു. ഘട്ടം ഘട്ടമായി തിരുത്തി. ഇത് ഈ കഴിഞ്ഞ 2015 പ്രബോധന വാരികയാണ്. ഒരുപാട് ചേഞ്ച് വന്നു. 2015 ആയപ്പോഴേക്കും അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, പ്രബോധന വാരികയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വാരികയുടെ മുഖക്കുറിപ്പ് എഡിറ്റോറിയൽ കോളം കൊടുത്തത് നബിദിനാണ്, പ്രവാചക ദൗത്യത്തിന്റെ കാതൽ. നബിദിനമാണെന്ന് മാത്രമല്ല, അവർ എഴുതിയ തുടക്കം ഇങ്ങനെയാണ്: മുസ്ലിം ലോകത്ത് പ്രവാചക സ്മരണ പൂത്തുലയുന്ന വസന്തമാണ് റബീഉൽ അവ്വൽ. ഈ വർഷവും പല രീതിയിൽ അത് കൊണ്ടാടപ്പെടുന്നുണ്ട്. അനുഷ്ഠാനത്തിനപ്പുറം പ്രവാചക ചരിത്രത്തിന്റെ ആഴങ്ങൾ അന്വേഷിക്കാനും ആ മഹിത വ്യക്തിത്വം ജനങ്ങൾക്ക് പരിചയപ്പെടുത്താനുമുള്ള സാംസ്കാരികവും സർഗാത്മകവുമായ പരിപാടികൾക്ക് ഉചിതമായി കണക്കാക്കപ്പെടുന്ന കാലമാണ് നബിയുടെ ജന്മമാസം. ചരിത്ര സന്ധി അത് ആവശ്യപ്പെടുന്നുമുണ്ട് എന്ന് പറഞ്ഞ് വിശദമായി മുഖക്കുറിപ്പ് എഴുതിയിരിക്കുന്നു. നന്നായി നബിദിന പരിപാടികൾ ഈ മാസം നടത്തണമെന്ന ഇടത്തേക്ക് ജമാഅത്തെ ഇസ്ലാം മാറിക്കഴിഞ്ഞു. മാത്രമല്ല, നബിദിന പരിപാടികളെ നിശിതമായി വിമർശിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഹുസൈൻ സലഫി ഇക്കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ അദ്ദേഹം ഷാർജയിൽ ജുമാക്ക് നേതൃത്വം നൽകുന്ന മൗലവിയാണ്. ഒരു പള്ളിയിൽ 16-11-18 വളരെ കൃത്യമായി നബിദിനാഘോഷ പരിപാടികൾ ഈ റബീഉൽ അവ്വൽ സവിശേഷമായി നടത്തേണ്ടതാണെന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മലയാളത്തിലെ ഖുതുബ നടത്തി എന്നത് സുവിദിതമാണ്, അനിഷേധ്യമായ പരമാർത്ഥം. എന്ന് വച്ചാൽ ഈ പറയുന്ന ആരോപണങ്ങളൊന്നും സ്ഥായിയായി നിലനിൽക്കുന്നതല്ല, ന്യായമായി അവർക്കും അംഗീകരിച്ച് നിലനിർത്തി കൊണ്ടുപോകാൻ പ്രയാസമുള്ളത് കൊണ്ട് പതുക്കെ പതുക്കെ വിടവാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ചരിത്രപരമായ യാഥാർത്ഥ്യം. പിന്നെ മറ്റൊരു വിഷയം, നബിദിനം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളുണ്ടല്ലോ, അത് പ്രവാചകരുടെ സ്മരണകൾ അയവിറക്കുന്ന ഗദ്യ പദ്യ സമ്മിശ്രിതമായ മൗലിദിന്റെ കിതാബുകൾ പിൽക്കാലത്ത് നിലവിൽ വന്നതല്ലേ. പ്രവാചകരുടെ സ്മരണകൾ പുതുക്കുന്ന നബിദിന കീർത്തനങ്ങൾ പ്രവാചകർ ജനിക്കുന്നതിന് മുമ്പ് വറഖത്ത് ബിൻ നൗഫൽ മുതൽ ഇക്കാലമത്രയും നിലനിൽക്കുന്ന ഒരു ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. പ്രവാചകരെ സ്നേഹിക്കുന്നവരായി ലോകത്ത് ആരൊക്കെ വന്നിട്ടുണ്ടോ അവരൊക്കെ പ്രവാചകരെ അനുസ്മരിച്ചുകൊണ്ട് ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്, ധാരാളം പാടിയിട്ടുണ്ട് എന്ന് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. അതും നമ്മുടെ മൗലിദിൽ ഷിർക്കുണ്ടെന്നാണല്ലോ പറയുന്നത്. ആ ഷിർക്കുണ്ടെങ്കിൽ അതേ ഷിർക്കുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അതുപോലുള്ള പരാമർശങ്ങളാണ് പൂർവികർ മുഴുവൻ എഴുതി വെച്ചിട്ടുള്ളത്. അതും ഷിർക്കും തമ്മിൽ എന്ത് ബന്ധമാണ് ഷിർക്ക്? അത് കുറച്ച് ഓവറല്ലേ? അവർ ചോദ്യം അങ്ങനെ പറയാൻ പാടുണ്ടോ? സത്യം പറഞ്ഞാൽ സാഹിത്യത്തെ കുറിച്ച് അറിയാത്തവര് മൗലിദ് എന്ന് പറയുന്നത് തന്നെ സാഹിത്യമല്ല, മൗലിദ് സാഹിത്യമാണ്. അത് അധികം പദ്യങ്ങളാണ്, മനോഹരമായ അവതരണങ്ങളാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിലൊരുപാട് ഭാവനകൾ ഉണ്ടാകും. അത് ഓവറാന്ന് പറയുന്നതിന് പ്രസക്തിയില്ല. മൗലിദ് ഈ വരി ഓവറല്ലേ, മാലപ്പാട്ടിൽ ആ വരി കുറച്ച് അധികമല്ലേ? ഞാൻ ഓർക്കുകയാണ്, മൗലിദിനെ കുറിച്ചും മാലപ്പാട്ടുകളെ കുറിച്ചും മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ വെച്ച് ഒരു സെമിനാർ നടന്നു. അത് സുന്നികൾ നടത്തിയ സെമിനാർ ഒന്നുമല്ല, പൊതുവെ അതിൻ്റെ ചരിത്രപരമായ ആധികാരികത പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു സെമിനാറായിരുന്നു. ഈ സെമിനാറിൽ കേരളത്തിലെ പ്രശസ്തനായ മലയാള സാഹിത്യകാരൻ, അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്, മലയാളം ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്, പ്രസിദ്ധനാണ്. എം.എൻ. കാരശ്ശേരി സുന്നിൻ്റെ ആളൊന്നുമല്ല. എം.എൻ. കാരശ്ശേരി അന്ന് പ്രസംഗിച്ച പ്രസംഗം പത്രം റിപ്പോർട്ട് ചെയ്തു. എന്താ പത്ര റിപ്പോർട്ട്? അദ്ദേഹം പറയുന്നു, താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ തങ്കവർണ്ണ പൈങ്കിളി തൻ പങ്കിറങ്കുള്ളോളെ എന്ന് കവി പാടിയാൽ, താമരപ്പൂങ്കാവനത്തിൽ താമസിക്കും, താമര എവിടെ ഉണ്ടാകുക?
വെള്ളത്തിലുണ്ടാകുക. ആ പൂങ്കാവനത്തിൽ വെള്ളത്തിൻ്റെ ഒരു പെണ്ണ് താമസിക്കേ. ഈ കവിത കേട്ടിട്ട് അങ്ങനെ ആൾ സംശയം ചോദിച്ചാൽ ആൾക്ക് കവിത അറിയില്ല, സാഹിത്യം അറിയില്ല എന്നതിൻ്റെ അർത്ഥം. മാല മൗലിദുകൾ ഇങ്ങനെ ഓവർ ഉണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് ഇതാണ് പ്രശ്നം. സാഹിത്യ ഭംഗി ആസ്വദിക്കാൻ കഴിവില്ലാത്ത ആളുകളാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത് അദ്ദേഹം പറഞ്ഞു. ഒരു വസ്തുതയുള്ളത്, ഏത് കാലത്തെ പ്രവാചക പ്രകീർത്തന കാവ്യങ്ങൾ പരിശോധിച്ചാലും പ്രവാചകരോട് നേരിട്ട് പറയുന്ന മനോഹരമായ ആവിഷ്കാരങ്ങളാണ്. ഏത് ഘട്ടത്തിൽ പരിശോധിച്ച് നോക്കിയാലും. ഇപ്പോ ഇത് തങ്ങളുടെ മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. വറഖത്ത് ബിൻ ഔഫ് എന്ന് പറഞ്ഞ പ്രശസ്തനായ ക്രൈസ്തവ പുരോഹിതൻ, പക്ഷേ ഇഞ്ചിയിൽ നല്ല വിവരമുള്ള പണ്ഡിതനാ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചക തിരുമേനിക്കുള്ള അത്ഭുത സംഭവങ്ങളൊക്കെ ചെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ നബിയാണ് മൂപ്പർക്ക് ഏകദേശം മനസ്സിലായി. അപ്പൊ തന്നെ മൂപ്പര് പാടി വവസ്ഫും മിൻ ഖദീജത ബഅദ വസ്ഫി ഫഖത് ളാലന്തിലാരി യാ ഖദീജ ഫയാ ലൈതി ഇദാ മാ കാന ദാകും ഷഹിദ്തു ഫകുന്തു അവ്വലഹും ബുലൂജ. ഖദീജ, ഞാൻ കുറേ കാലമായി കാത്തിരിക്കുകയാണ് ഈ തങ്ങളുടെ ആഗമനം. ഞാൻ ആ തങ്ങൾ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിലാദ്യമായി പ്രവേശിക്കുന്ന ഒന്നാമൻ ഞാനാകുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടക്കം കുറിച്ച പ്രകീർത്തനം പ്രവാചകരുടെ ജന്മത്തിന് ശേഷം തൻ്റെ സ്വഹാബത്ത് മഹാനായ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു, മഹാനായ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, മഹാനായ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഒട്ടനകം കവികൾ വളരെ സുന്ദരമായി ആകർഷകമായി ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ മുജാഹിദിനെ ആരോപിക്കാനതിലൊക്കെ ശിർക്കുണ്ട്. മഹദി സൊഫിയ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ പ്രിയ പിതൃ സഹോദരിയാ. അവർ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം പാടിയത് എങ്ങനെ തങ്ങൾ അവതരിപ്പിച്ചത്? അലായ റസൂലല്ലാഹി അൻത റജാഉനാ വകുൻത ബിനാ ബർറൻ വലം തകു ജാഫിയ. അല്ലാഹുവിന്റെ തിരുദൂതരെ, നിങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് നന്മ ചെയ്തവരാണ്, ഗുണം ചെയ്തവരാണ്, അങ്ങേ ഞങ്ങൾക്ക് ഒരു കാലത്തും മാറ്റിവെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു മനോഹരമായി തങ്ങളെ നേരിട്ട് വിളിച്ച് ഖബറിൽ കിടക്കുന്ന തങ്ങളെ വിളിച്ച് ആലപിച്ചത് പ്രശസ്തമാണ്. സഫിയ ബി മുശ്രിക്ക എന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ നേരിട്ട് പറയുന്ന ചില കേസല്ലേ മൗലിദുൽ ശിർക്ക എന്ന് പറയുന്നത്? മഹാനായ മഹദിയായ റസൂലുള്ളാഹിന്റെ പ്രിയ പൊന്നുമോൾ സ്വർഗ്ഗത്തിന്റെ നായിക ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീവി പാടിയ മാദാ അലാമൻ ശമ്മതു റുമത അഹ്മദി അല്ലാ യശുമ്മ മുദസ്സമാനി ഖവാലിയ സുബ്ബത് അലയ്യ മസായിബുൽ ലൗ അന്നഹാ സുബ്ബത് അലൽ അയ്യാമി ഉദ്ന ലയാലിയ. തങ്ങളെ ഖബറിന്റെ മനോഹരമായ ഖബറിന്റെ ആ സുഗന്ധത്തെ കുറിച്ച് പറയുന്നത്. ഖബറിന്റെ സുഗന്ധം വർണ്ണിക്കുക ശിർക്കാവൂലേ? മാദാ അലാമൻ ശമ്മതു റുമത അഹ്മദി, എൻ്റെ പ്രിയപ്പെട്ട അഹമ്മദ് നബിയുടെ ഖബറിന്റെ മണ്ണ് ചുംബിച്ചാൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ? അല്ല യശുമ്മ മുദസ്സമാനി ഖവാലിയ, അത് സുഗന്ധപൂർണമായതുകൊണ്ട്, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സുഗന്ധമായതുകൊണ്ട് പിന്നെ ജീവിതകാലത്ത് ഒരിക്കലും പിന്നെ ആൾക്ക് സുഗന്ധം ആവശ്യമായി വരില്ല. നേരിട്ട് മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ് ചൊല്ലുന്നത്. എന്ന് മാത്രമല്ല, ഏത് കാലഘട്ടത്തിലും മഹാനായ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പ്രവാചക തിരുമേനിയെ പ്രകീർത്തിക്കാൻ വേണ്ടി മാത്രം മദീനയിലെ മസ്ജിദ് നബിയിൽ രണ്ടാമത്തെ ഒരു മിമ്പർ സ്ഥാപിച്ചു കൊടുത്തു. എല്ലാ പള്ളിയിലും ഒരു മിമ്പറാ, മദീനത്തെ മസ്ജിദ് നബി 2 മിമ്പറാ. എന്താ രണ്ടാം മിമ്പർ? ഒരേ ഒരു ആവശ്യം, തങ്ങളെ കുറിച്ച് പ്രകീർത്തിക്കാൻ വേണ്ടി മാത്രം പ്രശസ്തനായ കവി സ്വഹാബി വരൻ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് തങ്ങൾ സ്ഥാപിച്ചു കൊടുത്തതാ. എത്രയാണ് തങ്ങളെ കുറിച്ച് ഹസ്സാൻ പ്രകീർത്തിച്ചത്? വഅഹ്സന മിൻക ലം തറ ഖത്തു ഐനി വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ. നബിയെ, അങ്ങേക്കാൾ സൗന്ദര്യമുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല, ഈ കണ്ണ് കണ്ടിട്ടില്ല. വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ, അങ്ങേക്കാൾ സൗന്ദര്യമുള്ള ഒരു മനുഷ്യന് ഈ ഭൂമുഖത്ത് ഒരു ഉമ്മയും ജന്മം നൽകിയിട്ടുള്ള ഹബീബെ. നേരിട്ട് തങ്ങളങ്ങനെ വിളിച്ചിട്ട് ഈ പാടുന്ന രീതി വ്യാപകമായി നമുക്ക് ഈ പ്രവാചക പ്രകീർത്തനങ്ങളിൽ കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ചരിത്രത്തിൽ ഇങ്ങനെ കടന്നവർ ഓരോ നൂറ്റാണ്ടിലെയും പ്രശസ്തരായ അള്ളാഹുവിൻ്റെ റസൂലിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആശയങ്ങളൊക്കെ റസൂൽ നന്നായി മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ബൂസ്വരി റളിയല്ലാഹു അൻഹു, അല്ലാമ ഇബ്നു നബാത്തുൽ മിസ്രി, ബൂസ്വരി റളിയല്ലാഹുവിന്റെ പ്രശസ്തമായ മദ്ഹ് ഗീതങ്ങൾ നമുക്ക് കൃത്യമായി അറിയാൻ, ഞാനത് വിശദീകരിക്കുന്നില്ല. മഹാനായ അല്ലാമ ഇബ്നു നബാത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു അതെങ്ങനെ വർണ്ണിച്ച് പറയാ? യാ ഖാതിമർ റസൂലി ഫിൽ മുദ്നിബീന ഗദൻ അലാ ശഫാഅതികൽ ഗറാഇ തഅവീലു ഇൻ കാന കഅബും ബിമാ ഖദ് ഖാല ദൈഫക ഫീ ദാരിൻ നഈമി ഫലി ഫിൽ ബാബി തത്ഫീലു. നേരെ റസൂൽ തന്നെ വിളിച്ചാ പറയുന്നത് ഈ പറഞ്ഞ മൗലിദിലെ ശിർക്ക് അതേ ആവർത്തനാണ് എല്ലാവരും ആവർത്തിച്ചത്. യാ ഖാതിമർ റസൂലി ഫിൽ മുദ്നിബീന ഗദ, അല്ലയോ പ്രവാചകന്മാർക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് കടന്നു വന്ന ഹബീബേ, ഞങ്ങളുടെ പാവപ്പെട്ട ഈ സാധുവായ ഇബ്നു നബാത്തുൽ മിസ്രി
പാപികളുടെ കൂട്ടത്തിൽ നാളെ മഹ്ശറയിൽ ഹാജരാകുമ്പോൾ അങ്ങയുടെ ശുപാർശ മാത്രമാണ് ആ ഷഫാഅത്തുൽ ഗറായി തഅവീലു എൻ്റെ ഒരേ ഒരു പ്രതീക്ഷ അവലംബം. ഞാൻ ഒറ്റ കാര്യം തങ്ങളെ പറഞ്ഞോട്ടെ, ഇൻകാന കഅബും ബിമാ ഖദ് ഖാല ദൈഫക ഫീ ദാരിൻ നഈമി ഫലി ഫിൽ ബാബി തത്ഫീലു. അന്ന് കഅബ് റളിയല്ലാഹു അൻഹു നിങ്ങളെ ചാരത്ത് വന്ന് നിങ്ങളെ പ്രകീർത്തിച്ച കാരണത്താൽ കഅബ് നാളെ സ്വർഗ്ഗത്തിൽ നിങ്ങൾ അതിഥിയായി വസിക്കുമെങ്കിൽ അങ്ങേ പ്രകീർത്തിച്ച കാരണത്താൽ ഈ ഇബ്നു നബാത്തത്തിന് നാളെ നിങ്ങൾ സ്വർഗത്തിന്റെ കവാടത്തെങ്കിൽ തുഫൈലിയായി ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയായി തങ്ങാൻ അനുവദിക്കുമോ? നേരിട്ട് തങ്ങളോട് ചോദിക്കുന്ന പ്രകീർത്തനം ഏത് കാലഘട്ടത്തിലാണ് ഇതില്ലാത്തത്? ഏറ്റവും അവസാനം ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശസ്തനായ അറബ് കവിയാണ് അഹമ്മദ് ഷൗക്കി. അദ്ദേഹം ഈ 1932 അദ്ദേഹം മരിച്ചുപോയത്. അദ്ദേഹം തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നു, ലസിംതു ബാബ അമീരിൽ അംബിയാഇ വമൻ യുംസിക് ബിമിഫ്താഹി ബാബില്ലാഹി യഗ്തനിമു അലഖ്തു മിൻ മദ്ഹിഹി ജബലൻ അഅസ്സു ബിഹി ഫീ യൗമി ലാ ഇസ്സ ബിൽ അൻസാബി വൽ ലഹ്മി ലംസിംതു ബാബ ഖൈറിൽ അംബിയാഇ വമൻ. അമ്പിയാക്കൾ ഏറ്റവും ഉത്തമനായ അമീറായ നബി തങ്ങളുടെ കവാടത്തിൽ തന്നെ ഞാൻ ചെന്നുകൂടുന്നു. വമൻ യുംസിക് ബിമിഫ്താഹി ബാബില്ലാഹി യഗ്തനിമു. അള്ളാഹുവിൻ്റെ കവാടമാണ്, അതിൻ്റെ ചാവി കയ്യിൽ പിടിച്ച ആളുകൾക്ക് ഒരുപാട് നേട്ടങ്ങൾ വാരിയെടുക്കാൻ സാധിക്കും. ഞാൻ അലത്തുമിൻ മദ്ഹിഹി, ഞാൻ തങ്ങളെ മദ്ഹ് ചെയ്തത് കാരണം ജബലൻ അഅസ്സുബിഹി, എനിക്ക് പ്രതാപം നേടാൻ കഴിയുന്ന വലിയൊരു പർവ്വതത്തിലാണ് ഞാൻ കയറി നിൽക്കുന്നത്. എന്ന് ഫി യൗമി ലാ ഇസ്സ ബിൽ അൻസാബി വൽ ലഹ്മി, തറവാട് കൊണ്ടോ മഹിമ കൊണ്ടോ ഒരു പരിഗണനയും കിട്ടാത്ത ആ ദിവസം എനിക്ക് പ്രതാപം കിട്ടാൻ വേണ്ടിയാണ് തങ്ങൾ ഞാൻ വർണ്ണിക്കുന്നത്. ആരാ തങ്ങൾ വർണ്ണിക്കാത്ത? ഇഷ്ടംപോലെ നമുക്ക് കാണാം. പിന്നെ ഇതിൽ ആകെയുള്ളൊരു പ്രശ്നം, ലാസ്റ്റ് ഉന്നയിക്കാൻ പറയുന്ന പ്രശ്നം എന്താ വെച്ചാൽ, ആദ്യം സൂചിപ്പിച്ചതുപോലെ എന്നാലും സംഗതിയൊക്കെ നല്ലതാണെങ്കിലും നബിത്തങ്ങൾ ഇതിന് പ്രത്യേക ദിവസം നിർണയിച്ചു തന്നിട്ടുണ്ടോ എന്ന്. പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസം നിർണയിച്ചു തന്നിട്ടില്ല എന്ന് കറക്റ്റാ. ഇത്തരം പൊതുവായ തെളിവുകളാണ്. തങ്ങൾ കൃത്യമായ ദിവസം നിശ്ചയിച്ചു തരാത്ത, കൃത്യമായി രൂപം നിർണയിച്ചു തരാത്ത കാര്യങ്ങൾ നമുക്ക് രൂപവും സമയവും എണ്ണയും നിശ്ചയിച്ച് സൗകര്യം പോലെ ചെയ്യാവുന്നതാണ് എന്നതിന് ധാരാളം തെളിവുകൾ സുലഭ. ഞാൻ ഒരൊറ്റ ഹദീസ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. ഈ ഹദീസിന്റെ പ്രസക്ത ഭാഗം സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ചു, ബാക്കി ഭാഗം മറ്റ് ഹദീസിന്റെ കിതാബുകളിലുമുണ്ട്. അത് അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, കാന റജുലു മിനൽ അൻസാർ, അൻസാരികൾപ്പെട്ട ഒരു സ്വഹാബി വരൻ യഉമ്മു ബി മസ്ജിദ് ഖുബ, ഖുബ പള്ളിയിലെ, ഖുബ പള്ളിയുടെ മദീനയുടെ തൊട്ടടുത്തുള്ള പള്ളി. ആ ഇമാമിന്റെ പ്രത്യേകത ഉണ്ട്. ആ ഇമാമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ റക്അത്തിലും, നിസ്കാരത്തിലെ എല്ലാ റക്അത്തിലും മൂപ്പര് പ്രത്യേക നിസ്കാര. കുല്ലം അഫ്തതഹ സൂറത്തൻ യഫ്തതഹു ബിഖുൽ ഹുവല്ലാഹു അഹദ്. ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതി കഴിഞ്ഞ് സൂറത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് മൂപ്പര് എന്ത് ചെയ്യും? ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് കൊണ്ട് തുടങ്ങും. ഫാത്തിഹ കഴിഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സബ്ബിഹിസ്മിക റബ്ബിക്കൽ അഅല, പിന്നെയാണ് സൂറത്ത് ഓതുക. ഇതെല്ലാ റക്അത്തിലും ഒരിക്കൽ രണ്ടോട്ടൊക്കെയാണ് വിട്ടുവീഴ്ച ചെയ്യുക. ഇത് വിദേഹത്തെ ഉറപ്പല്ലേ? ഫകല്ലമഹു അസ്ഹാബുഹു. അപ്പോൾ സ്വഹാബികൾ പ്രധാനികളൊക്കെ പാടെങ്കിലും ഒരുമിച്ച് കൂടി കാരണന്മാർ, ഇതിപ്പോൾ എന്താ നമ്മളെ പള്ളിയിൽ ഇങ്ങനെ ഇമാമ്, എവിടെ ഇല്ലല്ലോ ഈ പരിപാടി, മൂപ്പരോട് സംസാരിച്ചാലോ? അങ്ങനെ കുറച്ച് ആൾക്കാരെ ചുമതലപ്പെടുത്തി ഇമാമിൻ്റെ റൂമിൽ പോയി ഇമാമിനോട് സംസാരിച്ചു. ഇമാമിനോട് പറഞ്ഞു, നമുക്ക് എല്ലായിടത്തുള്ള പോലെ നിസ്കാരം മതി, നിങ്ങളിതോടെ ഒഴിവായിക്കളി, സാധാരണ പോലെ നിസ്കരിക്കാറുണ്ട്. അപ്പോൾ ഇമാം ഒരു സ്ട്രോങ്ങാ, വല്ലാഹി മാനബി താരിഖിഹ, അള്ളാഹു സത്യം ഞാനത് ഒഴിവാക്കില്ല. ഇൻ അഹബബ്തും ഔമുക്കും ബിദാലിക, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ തുടരാം ഇമാമായിട്ട്, വൈല തറക്തുക്കും ഇയാക്കില്ല, ഇപ്പം രാജി വെച്ച് പോകുന്നു. ഒരു സാധാരണ ഇമാമല്ല. പക്ഷെ അപ്പൊ എല്ലാ ഉസ്താദ് ഇവരെന്ത് പിൻവാങ്ങിയ ഹദീസിലുണ്ട്, വക്കാനു യറൗന അന്നഹു അഫ്ളലുഹും, ഇവരെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ സ്വഹാബിയാരൻ്റെ മൂപ്പർ തന്നെയാണ്. അപ്പോൾ മൂപ്പർ പറഞ്ഞ് എതിർക്കാൻ പറ്റില്ല, എന്നാൽ പോകാനും എല്ലാം പിൻവാങ്ങി, സാരല്ല. പക്ഷെ അന്ന് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം മദീന പള്ളി തൊട്ടപ്പുറത്തല്ലേ. അവരിത് നേരെ കേസ് അങ്ങോട്ട് കൊണ്ടുപോയി ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെടുത്ത് എന്ന് പറഞ്ഞു, തങ്ങളെ ഞങ്ങളെ പള്ളിയിലെ ഇമാമ് പറഞ്ഞിട്ട് കേൾക്കണില്ല, എവിടെ നിങ്ങൾ നിസ്കരിച്ച പങ്ങളുണ്ടല്ലോ അതേ മാതിരിയല്ല, ഫാത്തിഹ ഓതിയ മൂപ്പർക്ക് അഡീഷണൽ ആയ ഒരു ഖുൽ ഹുവല്ലാഹു ഓതണം. പറഞ്ഞു നോക്കി, ഇവർ സമ്മതിക്കണില്ല, നമുക്കവരെ വിളിപ്പിക്കുന്നതാണ്. വിളിപ്പിച്ചു. റസൂലുള്ളാഹി തങ്ങൾ നേരിട്ട് ചോദിച്ചു, മാ ഹമലക യാ ഫുലാൻ അലാ ലുസൂമി ഹാദിഹി സൂറ,
സുഹൃത്ത്, എല്ലാ റക്അത്തിലും ഈ സൂറത്ത് ഇങ്ങനെ ആവർത്തിക്കാൻ നിന്നെ പ്രേരിപ്പിച്ച പ്രേരക എന്താണ്, പ്രചോദനം എന്താ ചോദിക്കുകയാണ്. അല്ലാതെ ഞാൻ പഠിപ്പിക്കാത്ത രൂപത്തിൽ പുതിയൊരു നിസ്കാരം വേണ്ട, ബിദ്അത്ത് ഇവിടെ വേണ്ട എന്നല്ല പറഞ്ഞത്. മാ ഹമലക യാ ഫുലാൻ അല ലുസൂമി ഹാദിഹി സൂറ, ഈ സൂറത്ത് ഇങ്ങനെ എല്ലാ റക്അത്തിലും ലാസിമാക്കാൻ എന്തേ നിന്നെ പ്രേരിപ്പിച്ച പ്രചോദകം? അത് സത്യം തുറന്ന് പറഞ്ഞു. ഇന്നി ഉഹിബ്ബുഹാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് അതിനോട് മഹബ്ബത്ത് ഇഷ്ടമാണ്. അള്ളാന്റെ തൗഹീദുള്ള ഇത്ര സുന്ദരമായൊരു സൂറത്ത് ഞാൻ കണ്ടിട്ടില്ല. എന്നാലും നിങ്ങളെ നാവ് കൊണ്ട് ഞാൻ കേട്ട സുലുസുൽ ഖുർആൻ, ഖുർആന്റെ 1/3 സ്ഥാനമാണ് ഇതിന്റെ പുണ്യം ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ എപ്പോഴും പതിവാക്കുകയാണ്, അങ്ങനെ തീരുമാനിച്ചതാണ്. എനിക്ക് ഒരുപാട് ഓതാലൊന്നും ആയിരുന്നു. റസൂലുള്ളാഹി പറഞ്ഞ മറുപടി എന്താ? ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന, ആ സൂറത്തിനോട് നിനക്കുള്ള മഹബ്ബത്ത്, സ്നേഹം നിന്നെ ആൾറെഡി സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞുവെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുത്ത് മുഹമ്മദ് മുസ്തഫ. തങ്ങൾ ചെയ്യാത്തൊരു ശൈലി ബിദ്അത്താണെങ്കിൽ തങ്ങൾ അവിടെ തടയിടട്ടെ, തടയിട്ടിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഖുർആനോ സുന്നത്തിനോ അസറിനോ ഇജ്മാഇനോ മൗലികമായി എതിരായ വിധത്തിലുണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് അനാചാരം എന്ന് പറയുക. എന്നാൽ ഈ വിഷയത്തിൽ ഒരൊറ്റ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഈ നബിദിനത്തൊക്കെ എതിർക്കുന്ന ഈ ആൾക്കാരുണ്ടല്ലോ, ഓണാഘോഷത്തിന് ഇവർക്ക് തെളിവുണ്ട്. ഓണം ആഘോഷിക്കാം, നബിദിനാഘോഷം പറ്റില്ല. ഏറ്റവും ലേറ്റസ്റ്റ് അവരുടെ വിശദീകരണമാണ് ഇത്. ഈ കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച, ഓണത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച മുജാഹിദ് യുവജന വിഭാഗത്തിന്റെ വാരികയാണ് ഷബാബ് വാരിക. ഈ ഷബാബ് വാരികയിൽ സെപ്റ്റംബർ 2019 13 പുറത്തിറങ്ങിയ ഷബാബ് വാരികയാണ്. ഈ വാരികയുടെ പേജ് നമ്പർ 35, 36 വിശദീകരിക്കുന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഹെഡിങ് ഇതാണ്: മുസ്ലിങ്ങളിലെ അനാചാരങ്ങളും ഓണാഘോഷവും. യാദൃശ്ചികം എഴുതിപ്പോയതല്ല, ബോധപൂർവ്വം എഴുതുകയാണ്. ഓണം മുൻകാലങ്ങളിൽ ഹൈന്ദവർ മാത്രം ആഘോഷിച്ചിരുന്ന ഒന്നായിരുന്നു. പ്രത്യേക ക്രിയകളും പൂജകളും ഈ ആഘോഷത്തിനുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഓണം പൊതു ആഘോഷമായിരിക്കുന്നു. സ്കൂളുകൾ, കോളേജുകൾ, സർക്കാർ സ്വകാര്യ ഓഫീസുകൾ എന്നിവിടങ്ങളിലും സന്നദ്ധ സംഘടന നേതൃത്വത്തിലും സമുചിതമായി ആഘോഷിക്കുന്നു. ഇന്നത്തെ ഇന്ത്യയിലെ അവസ്ഥയിൽ എല്ലാവർക്കും യോജിക്കാൻ ഒരു അവസരം ഉണ്ടാക്കുക എന്നത് ന്യൂനപക്ഷങ്ങളുടെ മതപരമായ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാൻ പര്യാപ്തമാണ്. നമ്മൾ പ്രത്യേക രാജ്യത്തെ സാഹചര്യം അനുസരിച്ച് ഓണൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ കൂടി കൊടുക്കുക, കുറച്ചൊക്കെ അവരെയും കൂട്ടത്തിൽ കൂടുക. കൃത്യമായി ഇവർ എഴുതി വെച്ച ലേഖനമാണ്. എന്നിട്ട് അവർ പറയുന്നു, ഒരു ബഹുസ്വര സമൂഹത്തിൽ നാം ജീവിക്കേണ്ടത് പരസ്പരം കൊണ്ടും കൊടുത്തും സഹകരിച്ചുമാണ്. ആ നിലക്കാണ് ഒരു ദേശീയ ആഘോഷമായ ഓണത്തെ കാണേണ്ടത്. കൃത്യമായിട്ട് തന്നെ കുറച്ചൊക്കെ അങ്ങോട്ട് കൊടുക്കണം നമ്മൾ ആചാരങ്ങൾ, കുറച്ചൊക്കെ അവരെ ആചാരങ്ങൾ ഇങ്ങോട്ടും സ്വീകരിക്കണം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഇങ്ങനത്തെ രാജ്യത്ത് പറ്റുള്ളൂ. നമ്മൾ ഇസ്ലാം തന്നെ ഉറച്ചു നിൽക്കാൻ പറ്റൂല. തുടർന്ന് അദ്ദേഹം പറയുന്നു, ഓണാഘോഷത്തിൽ പങ്കെടുക്കാമെന്നും മൗലിദാഘോഷത്തിൽ പങ്കെടുക്കരുതെന്നും പറയുന്നത് വിമർശന വിധേയമാക്കാറുണ്ട് ചിലർ. എന്താ, മൗലിദിൽ പങ്കെടുക്കാൻ പാടില്ല, ഓണത്തിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞ് വിമർശിക്കണം. നമ്മളോട് മറുപടി പറയാണ്. എന്താ മറുപടി? മൗലിദാഘോഷങ്ങളും മറ്റുള്ള അനാചാരങ്ങളും ദീനിന്റെ പേരിൽ നടത്തുന്നവയാണ്. അള്ളാഹുവിന്റെ രക്ഷയെ ആശിച്ചുകൊണ്ടോ ശിക്ഷയെ പേടിച്ചുകൊണ്ടോ ചെയ്യുന്ന പക്ഷം അത് മതപരമായ ആചാരമായിരിക്കും. അത്തരം ആചാരങ്ങൾ ഖുർആന്റെയോ ഹദീസുകളോ പിൻബലം വേണം. അതില്ലാത്തത് കൊണ്ട് നബിദിനം പറ്റൂല. ഓണാഘോഷത്തിന് കുഴപ്പമില്ല. രാജ്യത്തെ പ്രത്യേകമായി ഹിന്ദുക്കളുമായി സഹകരിച്ചു പോകുന്ന ഭാഗമായി ഓണാഘോഷം നടത്തുന്ന ഇസ്ലാം തെളിവ് ആവശ്യമില്ല എന്ന് പച്ചയായി മുജാഹിദ് പ്രസ്ഥാനം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ എഴുതി ലേഖനം എഴുതി പഠിപ്പിക്കുകയാണ്. ഒരു നിയന്ത്രണമില്ലാത്ത